ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് സാന്ത്വനം 2 റിവ്യൂ ആണ്. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിലേറെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമ്മുടെ മീനാക്ഷിക്ക് കോൾ വന്നിരുന്നു, അതായത് ആ റിപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ മീനാക്ഷി പറഞ്ഞു ഞാനിന്ന് ലീവാണ്, നാളെ ഞാൻ നോക്കിയിട്ട് റിപ്പോർട്ട് അയക്കാം, അതിൽ കുറേ പ്രശ്നങ്ങളും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യും. എന്നിട്ട് അവരോട് അവിടുത്തെ സ്റ്റാഫ് പറയും പുള്ളിക്കാരി ഇന്ന് ലീവാണ്, നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കുമെന്ന് പറയും. എന്നിട്ട് അവർ ചോദിക്കും എങ്ങനെയാണ് ആളെങ്ങനെയാണ്, കാശൊക്കെ വാങ്ങുമെന്ന് ചോദിക്കും. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറയും കാശ് വാങ്ങിയേയില്ല, കൈക്കൂലി വാങ്ങുകയില്ല, വാങ്ങിയവനെ അല്ല കൊടുത്തവനെ വിടുകയില്ല എന്ന് പറയും. കുറച്ച് പ്രശ്നക്കാരി, അങ്ങനെയല്ല, സ്ട്രെയിറ്റ് ഫോർവേഡാണ് ആൾ. നിങ്ങൾക്ക് രേഖ, നിങ്ങൾ കൊടുത്ത കാര്യങ്ങളൊക്കെ കറക്റ്റാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സംഭവം കിട്ടും എന്ന് പറയണം. എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് വന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പറഞ്ഞു വിടും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കടയിൽ നമ്മുടെ ധർമ്മൻ ഇങ്ങനെ പറയുന്നുണ്ട്, ചേച്ചിക്ക് ചെറിയൊരു കാലുവേദനയുള്ളൂ, അതിനിങ്ങനെ കൂട്ടി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ. അപ്പോൾ നമ്മുടെ രാമേട്ടൻ പറയുന്നുണ്ട് ബാലനൊരു ജീവിതം കൊടുത്ത ആളാ ഗോമതി, ആ ജീവിതം കൊടുത്ത ഗോമതിക്ക് സ്വന്തം ജീവൻ കൊടുക്കാൻ പോലും ബാലൻ മടിക്കില്ല. കാരണം ഒന്നും സ്നേഹമൊന്നും ഇല്ലാത്തിടത്തേക്ക് ഒരു സ്നേഹം ഗോമതിയാണ് കൊടുത്തത്. സ്നേഹവും എന്താ പറയുക കരുതലൊക്കെ ഗോമതിയാണ് കൊടുത്തത്. സ്വന്തം വീട്ടുകാരെ പോലും വെറുപ്പിച്ച് ബാലൻ്റെ കൂടെ ഇറങ്ങിപ്പോയവളാണ് ഗോമതി. അത് നിനക്കും അറിയാലോ ധർമ്മ. ഗോമതി തൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഒരു മനുഷ്യനായി ബാലന് തന്നെ ഒരു മനുഷ്യനായി തോന്നിയെന്നൊക്കെ ബാലൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിനക്കറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതവിടെ കഴിയാത്തത്രയേ ഉള്ളൂ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ബാലൻ ഗോമതിക്ക് ഫുഡ് കൊടുക്കുവാണ്. മീനാക്ഷി കിച്ചണിലാണുള്ളത്. എന്നിട്ട് ഫുഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ഗോമതി പറയും മതി എന്നിങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ബാലൻ പറയും കുറച്ചുകൂടെ കഴിക്കുക, ശരീരം വേദനയല്ലേ, നന്നായി ഫുഡ് കഴിക്കണം ഈ സമയത്ത് എന്ന് പറഞ്ഞിട്ട് ഫുഡ് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ നമ്മുടെ ഗോമതി പറയും ഇനി ബാലേട്ടൻ കഴിച്ചോ, എന്നിട്ട് കടയിൽ പോയിക്കോ, ഇത്രയും സമയം എൻ്റെ കൂടെ നിന്നില്ലേ, ഇപ്പോൾ മീനാക്ഷി ഉണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല, ബാലേട്ടൻ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കടയിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കും. ആ സമയത്ത് നമ്മുടെ മീനാക്ഷി വീണ്ടും ചൊറിയാൻ വേണ്ടി വരും. എന്നിട്ട് സാമ്പാർ എങ്ങനെ ഉണ്ടായിരുന്നു അമ്മയെന്ന് മീനാക്ഷി ചോദിക്കും. അപ്പോൾ നമ്മുടെ ഗോമതി പറയും സാമ്പാറൊക്കെ അടിപൊളിയായിരുന്നു, പിന്നെ തോരനും നല്ല അടിപൊളി, എല്ലാം നല്ല അടിപൊളിയുണ്ട്, നല്ല സ്വാദുണ്ട് എന്നിങ്ങനെ ആദ്യമേ നമ്മുടെ ബാലനോട് പറഞ്ഞിരുന്നു. അപ്പോൾ ബാലനെത്തി കഴിച്ചു നോക്കിയിട്ട് പറയും ഈ ഗോമതി നീ എങ്ങനെ ഈ സാമ്പാർ കഴിച്ചത്, നല്ല സാമ്പാറാണ് പോലും, എരിവും കൂടുതലാണ്, ഉപ്പും ഇല്ല, നീ ഇങ്ങനെ ഇത് കഴിച്ചതെന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ മീനാക്ഷി പറയും അടുക്കളയിലെ പണി കഷ്ടപ്പാട് അമ്മക്കറിയാം, അതുകൊണ്ട് അമ്മ കഴിച്ചു ഒന്നും പറയാതെ, അച്ഛനതറിയില്ല അതുകൊണ്ട് കഴിച്ചില്ല. ഈ ആണുങ്ങളെല്ലാം ഒരുപോലെയാണ്, സ്ത്രീകളെ കുറ്റം പറയാൻ മാത്രം, പായസത്തിന് ഉപ്പില്ല, പായസത്തിന് എരിവില്ല, ചോറിന് കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് കുറ്റം പറയുകയാണ്. ഈ അച്ഛൻ എന്ന് പറയുന്നത് പുരുഷ മേധാവിയാണ്. ഇവിടെ 5 അംഗങ്ങളുണ്ട്, 5 പേർക്കും 5 രുചികളായിരിക്കും, എല്ലാവരെയും ടേസ്റ്റിനനുസരിച്ച് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അച്ഛ, അപ്പോൾ അത് കുറച്ച് ഉപ്പും പുളിയൊക്കെ കൂടിയിരുന്നാലും അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയും. അങ്ങനെ കുറേ പറഞ്ഞവൾ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ബാലൻ പറയും ഇത് കുറച്ച് കൂടുന്നുണ്ട്, ഗോമതി നിർത്താൻ പറ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ നമ്മുടെ വീണ്ടും മീനാക്ഷി പറയും നമുക്ക് നമ്മുടെ ഒരു കമ്മിറ്റി തുടങ്ങണം അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് മീനാക്ഷി അങ്ങോട്ടേക്ക് അടുക്കളയിലേക്ക് ഇങ്ങനെ ഓടിപ്പോവും, പ്രൊമോയിൽ കണ്ട പോലെ തന്നെ. എന്നിട്ട് നമ്മുടെ ബാലൻ പറയും ഇതാ ഞാൻ ഫുഡ് കഴിച്ചിട്ട് കടയിലേക്ക് പോവുകയെ എന്നിങ്ങനെ പറയും, മീനാക്ഷിയോട് പറയുന്ന പോലെ. എന്നിട്ട് അതവിടെ കഴിയും. എന്നിട്ട് നമ്മുടെ മീനാക്ഷിയും ബാലൻ കടയിലേക്ക് പോയി, മീനാക്ഷിയും അമ്മയും കൂടെ അവിടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ്. എന്നിട്ട് എനിക്ക് അച്ഛൻ ജീവനം കൊണ്ട് ഓടിയ പോലെ തോന്നുന്നതൊക്കെ ഇങ്ങനെ മീനാക്ഷി പറയും. എന്നിട്ട് ഗോമതി പറയും ഇച്ചിരി കൂടുന്നുണ്ടോ എന്നൊക്കെ പറയും. എന്നിട്ട് ഗോമതി ഇങ്ങനെ എണീക്കും. അപ്പോൾ നമ്മുടെ മീനാക്ഷി താങ്ങി പിടിക്കും. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിനക്ക് ബുദ്ധിമുട്ടായല്ലേ, എന്നെ നോക്കിയിട്ട് ബുദ്ധിമുട്ടായല്ലേ എന്ന് പറയും. അപ്പോൾ മീനാക്ഷി പറയും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ഞാൻ ഭയങ്കര ഭാരമല്ലേ ചുമന്നുകൊണ്ട് നടക്കുന്നത്, അമ്മ പറ ഞാൻ ഇവിടുത്തെ ആരാ, ഞാൻ ഇവിടുത്തെ ആളല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഗോമതി പറയും അതെ നീ ഇവിടുത്തെ ആളാണ്, അപ്പോൾ ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയാം മീനാക്ഷി. എന്നിട്ട് നമ്മുടെ ഗോമതി അവളെ നോക്കിയിട്ട് പറയും ആകാശിൻ്റെ കയ്യും പിടിച്ച് ആദ്യത്തെ ദിവസം നീ ഇവിടെ കയറി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി വന്നവളാണെന്ന്. അപ്പോൾ മീനാക്ഷി ഓ അങ്ങനെയൊക്കെയാണല്ലേ വിചാരിച്ചത്, അപ്പോൾ ഇപ്പം എന്താ എന്നെക്കുറിച്ച് അഭിപ്രായം എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ഗോമതി പറയും അനു പറയുന്ന പോലെ നീ ആൾ സൂപ്പറാണ്. എന്നിട്ട് ഗോമതി പറയും എന്നാലും എനിക്ക് കുറച്ച് മനപ്രയാസങ്ങളൊക്കെ ഉണ്ട്, സന്തോഷമുണ്ട് സങ്കടവും ഉണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അമ്മയുടെ വിഷമം എന്താ, അത് മീനാക്ഷി ഒറ്റ അടിക്ക് പരിഹാരം കണ്ടുവരാമെന്ന് പറയും. അപ്പോൾ പറയും ആദ്യത്തെ കാര്യം എൻ്റെ മോൻ്റെ ആനന്ദിൻ്റെ കല്യാണം തന്നെയാണെന്ന് പറയും, അത് എത്രയും പെട്ടെന്ന് നടക്കണം എന്ന് പറയും. അപ്പോൾ മീനാക്ഷി പറയും അത് എൻ്റെയും ആകാശേട്ടൻ്റെയും കൂടെ വേണ്ടുന്ന കാര്യമാണെന്നിങ്ങനെ പറയും. അപ്പോൾ എന്നിട്ട് പറയും പിന്നെ മിത്രയുടെ കല്യാണം മുറ പോലെ നോക്കുവാണെങ്കിൽ അവൾ ഇവിടെ കയറി വരേണ്ട പെണ്ണാണ്, പക്ഷേ അതിന് പറ്റിയില്ലെങ്കിൽ അവളുടെ കല്യാണമെങ്കിലും ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ
അവിടെ വരുന്ന ബന്ധുക്കളൊക്കെ ഇവിടെയും വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ചോദിക്കും, നിങ്ങളെ വിളിച്ചില്ലേ, നിങ്ങൾ പോയില്ലേ, നിങ്ങളെന്താ വരാത്തതെന്നൊക്കെ ഓരോരോ വാക്കുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതിനൊക്കെ എന്താ പറയുക അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ മീനാക്ഷി അമ്മ വിഷമിക്കല്ല, ഈ നാട്ടുകാരുണ്ടായ കാലം തൊട്ട് തുടങ്ങിയതാണ് ഈ ചോദ്യങ്ങളും അവരുടെ ചോദ്യങ്ങളൊക്കെ. അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. ഇതിപ്പം ഉദാഹരണത്തിന് ഒരു കുട്ടി ഇപ്പം പ്രസവിച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ ആ കുഞ്ഞ് അവരോട് ചോദിക്കും, പിറ്റേന്ന് തന്നെ ചോദിക്കും, കമഴ്ന്നില്ലേ, കുഞ്ഞ് നടന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഓരോ അവരുടെ തന്നെ രീതിയാണ്. പിന്നെ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിക്കും, ജോലി ആയില്ലേ, ചിലപ്പോൾ പഠിപ്പ് പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല, എന്നിട്ട് ജോലി ആയില്ലേന്ന് ചോദിക്കുന്നുണ്ടാവും. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം വിശേഷമായില്ലേ. അതൊക്കെ നാട്ടുകാരുടെ ചോദ്യങ്ങളാണ്. അമ്മ ഒന്നും വിചാരിക്കേണ്ട. അമ്മ അവർ വന്നു കഴിഞ്ഞാൽ കുത്തിത്തിരിപ്പിൻ്റെ ആൾക്കാരൊക്കെ എങ്ങനെ മറുപടി കൊടുക്കണം എന്ന് എനിക്കറിയാം. അമ്മ റൂമിലിരുന്നാൽ മതി, ഞാൻ അവരോട് പറഞ്ഞോളാം എന്നിങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ഗോമതി പറയും, നിൻ്റെ ഈ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് നല്ലൊരു ധൈര്യമുണ്ട്, ആത്മവിശ്വാസമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് പറയും, എനിക്ക് കല്യാണ വീടൊന്ന് കാണണമെന്നുണ്ട് എന്നിങ്ങനെ പറയും. എന്നിട്ട് വേഗം പുറത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ഗോമതി സങ്കടത്തോടെ പറയും, ഞാനും അവിടെ വേണ്ടുന്നില്ലേ, മുന്നിൽ നിൽക്കേണ്ടതല്ലേ നമ്മൾ, ഞാനും ആനന്ദും ആകാശും മാനുവും ഒക്കെ അവിടെ വേണ്ടുന്നതല്ലേ, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതല്ലേ, പെണ്ണിനെ ഇറക്കാനും കല്യാണത്തിൻ്റെ വീട്ടിലെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ വേണ്ടുന്നതല്ലേ എന്നകത്ത് ഇങ്ങനെ സങ്കടപ്പെടുവാണ്. എനിക്കൊന്നും ഇത്രേ കാണുന്നുണ്ട്, അവൾ എൻ്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങണമെന്ന് എനിക്കൊരാഗ്രഹം ഇപ്പോൾ തോന്നുവാണെന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും മിത്ര അപ്പുറത്തുനിന്ന് പുറത്ത് വരും. അപ്പോൾ നമ്മുടെ മീനാക്ഷിനെ കൈ കൊണ്ട് ടാറ്റ കാണിക്കും. അപ്പോൾ നമ്മുടെ മിത്രയും അപ്പുറത്ത് ടാറ്റ കാണിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ മിത്രയുടെ അച്ഛൻ വന്നിട്ട്, നിന്നെ അമ്മ വിളിക്കുന്നു പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവരും കണ്ടിരുന്നു ഇവരെ. എന്നിട്ട് അവരിങ്ങോട്ടേക്ക് നടന്നു. അപ്പോൾ മീനാക്ഷി പറഞ്ഞു, നമുക്ക് വില തരാത്തവർ നമ്മൾ അങ്ങോട്ടും വില കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടുപേരും നിങ്ങൾ രണ്ടാളും ഒന്നിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം, പക്ഷേ അവർ കാണിക്കുന്നത് ഇച്ചിരി കൂടുതലാണെന്ന് ഇങ്ങനെ പറയും. അപ്പോഴേക്കും റോഡിലൂടെ ഒരു കൈനോട്ടക്കാരി ഇങ്ങനെ പോവും. അപ്പോൾ നമ്മുടെ ഗോമതി പറയും, ഒന്ന് അവരിങ്ങോട്ട് വിളിക്കുക. മീനാക്ഷി പറയും, അത് വേണോ? എന്നിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അവരെ പോയിട്ട് വിളിക്കും. അമ്മ വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ നമ്മുടെ ഗോമതിയുടെ കൈ ഇങ്ങനെ നോക്കാൻ വേണ്ടി പറയും. അപ്പോൾ നമ്മുടെ മീനാക്ഷി ചോദിക്കും, എന്ത് എൻ്റെ കൈ നോക്കിക്കൂടെ എന്നിങ്ങനെ പറയും. അപ്പോൾ കൈനോട്ടക്കാരി പറയും, അതിന് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലല്ലോ എന്നിങ്ങനെ പറയും. എന്നിട്ട് ഗോമതിയുടെ കൈ നോക്കിയിട്ട്, എങ്ങനെയുണ്ട് ഇപ്പം, ശരീരവേദനയൊക്കെ കുറവുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ ഞെട്ടും. അതെങ്ങനെ മനസ്സിലായി എന്നിങ്ങനെ മീനാക്ഷി ചോദിക്കും. അപ്പോൾ നമ്മുടെ കൈനോട്ടക്കാരി ഒരു ചുമ്മാ സൊന്നയെന്ന് പറയും, ചുമ്മാ പറഞ്ഞതാന്ന് ഇങ്ങനെ പറയും. അപ്പോൾ മീനാക്ഷിക്ക് നല്ലോണം അങ്ങോട്ട് കിട്ടുന്നുണ്ട് കൈനോട്ടക്കാരി എടുക്കുന്നത്. എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. അപ്പോൾ കുറവുണ്ട് എന്നിങ്ങനെ പറയും. അപ്പോൾ മനസ്സിൽ വിഷമം ഉണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കും ഗോമതിയോട്. അപ്പോൾ മീനാക്ഷി പറയും, അത് പിന്നെ മനസ്സിൽ വിഷമമില്ലാത്ത ആരാ ഇവിടെ ഉള്ളത് ഇങ്ങനെ പറയും. എന്നിട്ട് കല്യാണം നടക്കും, മകനുക്ക് കല്യാണം നടക്കും എന്നിങ്ങനെ ആ കൈനോട്ടക്കാരി പറയും. അപ്പോൾ വീണ്ടും ഞെട്ടും. അപ്പോൾ ഗോമതി പറയും, ഞാനിപ്പോൾ എൻ്റെ മോളോട് പറഞ്ഞേ ഉള്ളൂ എൻ്റെ വിഷമം, എൻ്റെ മോൻ്റെ കാര്യം കല്യാണം നടക്കാത്തതാണ് എൻ്റെ വിഷമം എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ കല്യാണം നടക്കുമല്ലോ ഇല്ലേ എന്നിങ്ങനെ ഗോമതി ചോദിക്കും. അപ്പോൾ കൈനോട്ടക്കാരി പറയും, നടക്കും, ഗുരുവായൂർ ഉണ്ണിക്കണ്ണനെ ഇഷ്ടമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഗോമതി പറയും, ഇഷ്ടമാണ്, മനസ്സിൽ ഞാൻ എന്നും ആരാധിക്കുന്ന ദൈവമാണെന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് ഗുരുവായൂർ പോയിട്ട് ഒരു വാരം, അതായത് ഒരാഴ്ച ഭജന ഇരുന്ന് കഴിഞ്ഞാൽ കല്യാണം നടക്കും എന്ന് കൈനോട്ടക്കാരി പറഞ്ഞു. എന്നിട്ട് ഭർത്താവിനെ കൂട്ടാണ്ട് പോയാൽ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കുടുംബകാര്യങ്ങൾ പ്രശ്നവും അത് പറയേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഗോമതി ആദ്യം പറഞ്ഞു, അയ്യോ ബാലേട്ടനെ കൂട്ടാതെ എനിക്ക് പോകാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ കൈനോട്ടക്കാരി വീണ്ടും പറഞ്ഞു, കൂട്ടാണ്ട് പോകുന്നത് നല്ല, ഇതാ മരുമകളെ കൂട്ടിയിട്ട് പോകുന്നു പറഞ്ഞു. അപ്പോൾ നമ്മുടെ മീനാക്ഷി ചോദിച്ചു, അതെങ്ങനെയാണ് ഞാൻ മരുമകളാന്ന് മനസ്സിലായേ, അല്ല മരുമകളാണെന്ന് പറഞ്ഞത് മകളായിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി ചോദിച്ചു. മീനാക്ഷിയോട് പറയും, ഉങ്ങൾക്ക് ഇന്ന് ഓഫീസ് ലീവല്ലേ, ഇന്ന് ലീവല്ലേന്ന് ചോദിക്കും. അപ്പോൾ മീനാക്ഷി ചോദിക്കും, അതെങ്ങനെ എനിക്ക് ജോലി ഉണ്ടെന്ന് മനസ്സിലായേ? അപ്പോൾ പിന്നെയും പറയും, ചുമ്മാ സൊന്നയെന്ന് പറയും പിന്നെയും. അപ്പോൾ എനിക്ക് കൈനോട്ടക്കാരി പറയും, ഞാൻ മാസത്തിൽ ഒരിക്കലും ഇങ്ങനെ പോകുന്നത്, ഇടക്കിടക്ക് ഇതിലൂടെ പോകലുണ്ട്, അടുത്ത മാസം ഞാനിവിടെ ഇതുവഴി പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മരുമകൾ കൂടെ ഉണ്ടാവും എന്നിങ്ങനെ പറയും. 2 മരുമകളുണ്ടാവും. അപ്പോൾ അങ്ങനെ പറയും. എന്നിട്ട് ഭയങ്കര സന്തോഷവും ഗോമതിക്ക്. എന്നിട്ട് മീനാക്ഷിയോട് പൈസ എടുത്ത് കൊടുക്കാൻ വേണ്ടി പോകും. മീനാക്ഷി അകത്തേക്ക് പോകും. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ കല്യാണം ആണല്ലേ എന്നിങ്ങനെ കൈനോട്ടക്കാർ ചോദിക്കും. അപ്പോൾ ഗോമതി പറയും, അതെ എനിക്ക് അവിടുത്തെ കല്യാണം കാണുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ വീണ്ടും പറയും, കല്യാണം അമ്മക്ക് കാണാൻ പറ്റും എന്നിങ്ങനെ പറയും, അവിടുത്തെ കല്യാണം കാണാൻ പറ്റും എന്ന് പറയും. എന്നിട്ട് അതവിടെ കഴിയും. പിന്നെ കാണിക്കുന്നത് എല്ലാവരും കൂടെ ഹാളിൽ ഇങ്ങനെ നിൽക്കുവാണ്. ബാലനോട്, അതായത് എല്ലാവരോടും ഈ കാര്യം പറഞ്ഞു ഗോമതി, ഗുരുവായൂർ പോകണം, ഭജന ഇരിക്കണം എന്നുള്ള കാര്യം കൈനോട്ടക്കാരി പറഞ്ഞതൊക്കെ പറഞ്ഞു. അപ്പോൾ ബാലൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിലൊക്കെ നീ തീരുമാനിച്ച സ്ഥിതിക്ക്, ആ കൈനോട്ടക്കാരി പറഞ്ഞതിൽ അത്രയും വിശ്വാസമുള്ള സ്ഥിതിക്ക് നീ പോയിക്കോ, കുഴപ്പമില്ലെന്ന് പറയും. എന്നിട്ട് ഗോമതി പറയും, ഒരു കുടുംബയാത്ര പോലെ ആക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ മാത്രം, ഞാനും ആര്യനും മീനാക്ഷിയാണ് പോകാമെന്ന് വിചാരിച്ചത്. മീനാക്ഷി എന്തായാലും വേണം, പിന്നെ ആര്യന് കോളേജ് ലീവായതുകൊണ്ടാണ് ഇവനെയും കൂട്ടുന്നതെന്നൊക്കെ പറയും. അപ്പോൾ ബാലൻ പറയും, ഓക്കെ എന്നാൽ
മീനാക്ഷി ആര്യ ഗോമതിയെ ശ്രദ്ധിച്ചോളണം എന്നൊക്കെ ഇങ്ങനെ പറയും. അവർ പോകാൻ വേണ്ടി തീരുമാനിക്കും അവർ മൂന്നാളും. ആനന്ദ് പറയും അമ്മ എൻ്റെ കല്യാണത്തിന് വേണ്ടിയാണെങ്കിൽ പോകണ്ട എന്നുള്ള രീതിക്ക് പറയാൻ നോക്കുമ്പോൾ ഗോമതി പറയും ഒന്നും വേണ്ട, ഇത് എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു, നമ്മളെന്തായാലും പോകുന്നു ഇങ്ങനെ പറയും. അപ്പോൾ ബാലൻ പറയും പോകുന്നതന്നെ നല്ലത്, 3 ദിവസം കഴിഞ്ഞാൽ അപ്പുറത്തെ മിത്രയുടെ കല്യാണമാണ്, അപ്പോൾ കുടുംബക്കാരൊക്കെ ഇവിടെ വരുമ്പോൾ നിന്നോട് ചോദിക്കുമ്പോൾ നിനക്ക് വിഷമം, അതുകൊണ്ട് നീ എന്തായാലും കുറച്ച് ദിവസം മാറി നിന്നോ എന്നൊക്കെ പറയും. അപ്പോൾ മീനാക്ഷിയും എന്നിട്ട് ഇടയ്ക്ക് കയറി പറയും ആദ്യം ഞാൻ വിചാരിച്ചത് പൈസയ്ക്ക് വേണ്ടി പറയുന്നതാണെന്നാണ്, പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും ഉള്ള കാര്യമാണെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് വഴിയെ എന്തിലേക്കാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. അതായത് ആര്യനും മിത്രയും കല്യാണം കഴിക്കും, അതാണ് സംഭവിക്കാൻ പോകുന്നത് ഗുരുവായൂർ വെച്ചിട്ട്. അതാണ് എൻ്റെ ഒരു ഊഹം, അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കാം.